ഹലോ ഗായ്സ്, അപ്പോൾ ഇത്തവണത്തെ യാത്ര കർണാടകയിലേക്കാണ്. കർണാടക എന്ന് പറയുമ്പോൾ ബന്ദിപ്പൂരേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ബന്ദിപ്പൂരെ കുറച്ച് ആനകളെയും കടുവകളെയും പുലിയും വൈൽഡ് ഡോഗ്സും അങ്ങനെ കുറച്ച് കാടിൻ്റെ കാഴ്ചകളാണ് ആദ്യം. കാട്ടിലെ കാഴ്ചകൾ മാത്രമല്ല, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗോപാലസ്വാമിപേട്ട ഹിൽസിലെ ടെമ്പിളിലേക്കും പിന്നെ ഗുണ്ടൽപേട്ടിൻ്റെ കുറച്ച് ഗ്രാമ കാഴ്ചകളും ഒക്കെ ഉള്ളതാണ് ഈ വീഡിയോ. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഗൂഡല്ലൂർ വഴി തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിലൂടെ കയറി വേണം നമുക്ക് ബന്ദിപ്പൂരേക്ക് എത്താൻ. ഈ വഴിയിലൂടെ രാത്രി സഞ്ചാരം അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് പകൽ മാത്രമേ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ പച്ചപ്പാണ്, അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ കാണാം. ഞാനിതുവരെ പലതവണ പോയിട്ടുണ്ടെങ്കിൽ ആകെ മാന്യ ആനകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കരടിയും കടുവയൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കർണാടക എത്തി. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ഒരു 30 രൂപ ഗ്രീൻ ഫീ കൊടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അപ്പോൾ തന്നെ നമ്മൾ ബന്ദിപ്പൂരിൻ്റെ ഒരു ആർച്ചും കൂടെ കാണും. ഇവിടുന്ന് വീണ്ടും അകത്തേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ നമ്മൾ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് അഥവാ JLRലെത്തി. ഇത് കർണാടക ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരത്തെ ഭക്ഷണവും പിന്നെ സ്നാക്സും പിന്നെ 2 ജീപ്പ് സഫാരി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോട്ടേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ കോട്ടേജ്. എലിഫൻ്റ് എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. ഒരുപാട് ലക്ഷറി ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇത് ജസ്റ്റ് ഒരു സാധാ റൂമാണ്. എലിഫൻ്റ് കോട്ടേജ് ആയതുകൊണ്ട് തന്നെ എലിഫൻറ്റിൻ്റെ ഒരു പടമൊക്കെ ഇവിടെ വോളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ ഫുഡൊക്കെ കഴിച്ച് ആദ്യത്തെ സഫാരിക്ക് വേണ്ടി പോവാണ്. 3 മണി തൊട്ട് 6 മണി വരെയാണ് ആഫ്റ്റർനൂൺ സഫാരിയുടെ ടൈമിങ്സ്. ഈ ബൊലേറോ ക്യാമ്പർ വാനിലാണ് കേട്ടോ നമ്മൾ സഫാരി പോകുന്നത്. നോർത്ത് ഇന്ത്യൻ കാടുകളിലൊക്കെ സാധാരണ ജിപ്സിയാണ് ഉണ്ടാവാറ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമ്പറിൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതുകൂടാതെ ഇതിന് റൂഫും കൂടെ ഉള്ളതുകൊണ്ട് മഴയൊന്നും വന്നാലും പ്രശ്നമൊന്നുമില്ല. സഫാരി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം പോകുന്നത് ഈ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട, ഡ്രൈവർ തന്നെ പോയി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തോളും. ഇനി JLR അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അല്ലാതെ സഫാരിക്ക് പോകാം കേട്ടോ. സഫാരി സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ സൈറ്റിങ് തന്നെ കുറേ മാനുകളാണ് കേട്ടോ. മാനുകളെ പിന്നെ നമ്മളങ്ങനെ സൈറ്റിംഗ് ആയിട്ട് കൂട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും മുന്നോട്ട് പോയി. അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആനകളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാട്ടാനകളുള്ള സംസ്ഥാനം നമ്മുടെ കർണാടകയാണ് കേട്ടോ. 6000-ൽ കൂടുതൽ കാട്ടാനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയധികം ആനകളെ കാണുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇതേ ഒരു ചെറിയ ആനയൊക്കെ ഉണ്ടോ, എന്തൊരു ക്യൂട്ടാണല്ലേ. പൊതുവേ കുട്ടിയാനകളും പിടിയാനകളും ഒക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ നടക്കാറ്. മെയിൽ എലിഫൻസ് അങ്ങനെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ കാണാറില്ല. കുട്ടികളുള്ള ഗ്രൂപ്പ് കുറച്ച് അഗ്രസീവ് ആയിരിക്കും, അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പ്രധാന ലക്ഷ്യം കടുവകളായതുകൊണ്ട് നമ്മൾ നമ്മുടെ സെർച്ച് തുടരുകയാണ്. വീണ്ടും നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാട്ടാനക്കൂട്ടമാണ്. കുറച്ച് കാലമായിട്ട് കാട്ടിൽ പോയിട്ട് കാട്ടാനകളെ കണ്ടുള്ള ശീലം ഉള്ളത് കൊണ്ട് തന്നെ ഈ വരവ് നമ്മളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. സാധാരണ ആനകൾ നമ്മളെ കണ്ടാൽ ഒന്നുകിൽ ഒഴിഞ്ഞു പോവും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിൽക്കും. അങ്ങനെയാണ് സാധാരണ ഒരു ബിഹേവിയർ. ഇതിപ്പോൾ കോൺഫിഡൻസോടെ നമ്മുടെ നേരെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നേരെയുള്ള ഒരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മോക്ക് ചാർജിങ് കേട്ടോ. നമ്മളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ആനകൾ ചെയ്യുന്നതാണ്, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വൽ ചാർജ് ആണെങ്കിൽ തുമ്പിക്കയൊക്കെ ചുരുട്ടി ചെവിയൊക്കെ ശരീരത്തോട് ചേർത്തിട്ടായിരിക്കും കേട്ടോ ആനകൾ നമ്മളെ ഓടിക്കുന്നത്. അപ്പം നമ്മളെ ഓടിച്ച ആനകൾ പുറകെ നിൽക്കുമ്പോൾ തന്നെ ഇതേ ഒരു കുട്ടിക്കൊമ്പൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വേറെ ഒരു ഷോ. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഇവിടുന്ന് പോവില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ ഈ ആനയ്ക്ക്. കുറേ നേരം അങ്ങനെ നമ്മുടെ വഴിയൊക്കെ തടഞ്ഞ് ലാസ്റ്റ് പുള്ളി മാറി തന്നു. അങ്ങനെ വീണ്ടും നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ടൈഗേഴ്സ് ഉള്ള 2ാമത്തെ ടൈഗർ റിസർവാണ് കേട്ടോ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഒന്നാമത് നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റാണ്. ഇത്രയധികം ടൈഗേഴ്സ് ഉണ്ടായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റാത്തത് ഈ ഫോറസ്റ്റിൻ്റെ ആകെ 8% മാത്രമാണ് കേട്ടോ പബ്ലിക്കിന് അലൗഡ് ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും നമ്മളെ കയറ്റി വിടില്ല.
മയിലിനെ കണ്ടപ്പോൾ അതൊന്ന് പീലി വിടർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എന്തേ പീലിയൊക്കെ വിടർത്തി കറങ്ങി ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അടുത്തെങ്ങും ഒരു പെൺമയിൽ പോലും ഇല്ലാതിരുന്നിട്ടും എന്തിനാണോ ഇവനിങ്ങനെ ചെയ്യുന്നത്? എന്തായാലും എത്ര തവണ കണ്ടാലും മടുക്കാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ മയിലിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദൂരെ നിന്ന് സ്പോട്ടഡ് ഡിയറിൻ്റെ ഒരു അലാം കോൾ സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇനി സ്പോട്ടഡ് ഡിയേഴ്സൊക്കെ കൺഫ്യൂഷൻ അടിച്ച് ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ദേ ടൈഗർ. ഒരാളല്ല, 2 പേരുണ്ട്. ബന്ദിപ്പൂര് തന്നെ ഫേമസ് ആയിട്ടുള്ള സുന്ദരി എന്ന് പറയുന്ന ടൈഗ്രസ് ആണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ കുറച്ച് മാസങ്ങൾ മാത്രം പ്രായമായിട്ടുള്ള അതിൻ്റെ കബ്ബാണ്. വണ്ടി കണ്ടപ്പോൾ തന്നെ കുട്ടിക്കടുവ ഓടി അകത്തേക്ക് പോയിട്ടോ ഒളിച്ചിരിക്കാൻ. ഇതേ അമ്മ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഈ സുന്ദരി എന്ന് പറയുന്ന ടൈഗ്രസിന് ഏകദേശം 8 വയസ്സോളം പ്രായമുണ്ട് കേട്ടോ. സുന്ദരി അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ടൈഗ്രസ് തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഈ സഫാരി വണ്ടിയോ മനുഷ്യരോ അങ്ങനെ ഒരു പേടിയില്ല. പക്ഷേ കടുവക്കുട്ടിക്ക് കുറച്ച് പേടി കൂടുതലാണ്. കാരണം അവൻ്റെ അച്ഛനല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മെയിൽ ടൈഗറിൻ്റെ ഫ്രണ്ടിൽ പെട്ടാലോ അല്ലെങ്കിൽ കരടിയോ പുലിയോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ അതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കടുകൾ എപ്പോഴും ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ആയിരിക്കും ചെയ്യാറ്. എന്തായാലും കുറച്ച് സമയം നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ട് അവരിത് ഉൾക്കാട്ടിലേക്ക് പോവാണ്. ചാടി ചാടി പോകുന്നതുണ്ടോ കുട്ടിക്കടുവ. കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ഫുൾ ഉത്തരവാദിത്തം പെൺകടുവകളുടെയാണ് കേട്ടോ. എന്തായാലും സമ്മതിക്കണം. കാരണം അവർക്കൊന്നും പറ്റാതെ നോക്കുകയും വേണം, ഇര പിടിക്കുകയും വേണം, ഫുഡ് കൊടുക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ സുന്ദരിയും കബ്ബും അകത്തേക്ക് കയറിപ്പോയി. കാടെന്ന് പറഞ്ഞാൽ കടുവകൾ മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താ സൈറ്റിങ്സ് കിട്ടുന്നതെന്ന് നോക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് സാമ്പാർ ഡിയർ അഥവാ മ്ലാവ് എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാനാണ്. കടുവകളുടെ പ്രധാന ഫുഡാണ് കേട്ടോ ഈ സാമ്പാർ ഡിയേഴ്സ്. ഇവരെ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അവർ നിൽക്കുന്ന ഒരു ഫ്രെയിമൊക്കെ ഒന്ന് നോക്കിയേ. മ്ലാവിനെ കൂടാതെ കൊക്ക്, നീർക്കാക്ക, ആമ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഈ ഫ്രെയിമിൽ. അഡൾട്ടായിട്ടുള്ള എല്ലാ സാമ്പാർ ഡിയേഴ്സിൻ്റെയും കഴുത്തിൽ ഇങ്ങനെ ഒരു മുറിവ് പോലെ ചുമന്ന ഒരു പാടുണ്ട്. വർഷത്തിൽ ചില മാസങ്ങളിൽ അത് പൊട്ടി ഒലിക്കാറുമുണ്ട് കേട്ടോ. അതിൻ്റെ പേര് സോർ സ്പോട്ട് എന്നാണ്. അടുത്ത സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊമ്പനാനയും പിന്നെ ഒരു കാട്ടുപോത്തുമാണ്. കാട്ടി എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. കാട്ടുപോത്തെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. ഇവരെ 2 പേരെയും സാധാരണ കാണാറുണ്ടെങ്കിലും ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് പോയി. കൊമ്പിൻ്റെ വലിപ്പവും നീളവും സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 45-50 വയസ്സോളം പ്രായമുള്ള ഒരു അഡൾട്ട് എലിഫൻ്റാണ് കേട്ടോ ഇത്. ആനകൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഈ കാണുന്ന ഇളം പച്ച പുല്ലാണ്. പാവം നമ്മുടെ നാട്ടാനകൾ, അവർക്കിതൊന്നും കഴിക്കാൻ വിധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സഫാരി ടൈം കഴിഞ്ഞു. നമ്മൾ നേരെ തിരിച്ച് ജയിലാറിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ എത്തി രാത്രി ബുഫേ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അതിരാവിലെ തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. 5:45 മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് തന്നെ ഒരു ഗ്രേ ലങ്കൂറാണ്. അത് കഴിഞ്ഞ് പതിവ് പോലെ തന്നെ സ്പോട്ടഡ് ഡിയേഴ്സ്. മീറ്റിങ്ങിനും ലീഡർഷിപ്പിനും ഒക്കെ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു പ്രാക്ടീസ് ഫൈറ്റാണ്. ഇതേ ഒരാൾ 2 കാലിൽ നിന്ന് മരത്തിലെ ഇലയൊക്കെ കഴിക്കുന്നു. ഇത് ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞ പക്ഷിയാണ്. അതിൻ്റെ മെയിലും ഫീമെയിലും ബ്ലൂ കളറിൻ്റെ പല പല ഷെയ്ഡ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. ഒരു പോയിന്റിലേക്ക് നോക്കിക്കൊണ്ടാണ് കേട്ടോ ഇവർ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റീസൺ ഇതാ, ഒരു ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ. അത് ഇപ്പം നമ്മൾ കണ്ട ഇന്ത്യൻ റോളറിൻ്റെ കുട്ടിയെ പിടിച്ച് കഴിക്കുകയാണ്, വലിച്ച് കീറി. അച്ഛനും അമ്മയും പലതവണ അതുവഴി കറങ്ങി അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും ഒരു കാര്യമില്ല. കാരണം ഹോക്ക് ഈഗിൾ ഭയങ്കര പവർഫുള്ളാണ്. ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം കാടിങ്ങനെയാണ്, സർക്കിൾ ഓഫ് ലൈഫിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അങ്ങനെ കിളികളെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ വേറെ ഒരാന എവിടുന്നോ അത് നമ്മളെ ഓടിച്ചു.
ഇത് ഇന്നലെ വൈകുന്നേരം കണ്ട പോലെ ഒരു അഡൾട്ട് ആനയൊന്നുമല്ല കേട്ടോ. ഇത് ജസ്റ്റ് പ്രായമായി വരുന്ന ഒരു ടീനേജർ പോലത്തെ ഒരു ആനയാണ്. ഇതും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ച്വൽ അറ്റാക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു മോക്ക് ചാർജാണ് നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി. അടുത്ത അറ്റംപ്റ്റിന് വേണ്ടി വീണ്ടും വരുന്നുണ്ടേ. ആരും പോകുന്നില്ലെന്ന് കണ്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിന് വീണ്ടും വരുന്നുണ്ട്. പല അറ്റംപ്റ്റിന് ശേഷം തോൽവി സമ്മതിച്ച് അങ്ങനെ ആന അകത്തേക്ക് കയറിപ്പോയി. ഇനി എന്ത് സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കി നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത സഫാരി. മഴ കഴിഞ്ഞ ഉടനെ വന്നുകൊണ്ടാണ് ഇവിടെ ഇത്ര ഗ്രീനറി, അല്ലെങ്കിൽ ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് പോലെ തോന്നാറുള്ളൂ. അങ്ങനെ ലേക്കിൻ്റെ സൈഡിലൊരു മൂവ്മെൻറ്റ് കണ്ട് നോക്കിയതാണ്. വേറെ ആരുമല്ല, നമ്മുടെ വൈൽഡ് ഡോഗാണിത്. കാഴ്ചയിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഡോഗ്സിനെ പോലൊക്കെ തോന്നുമെങ്കിലും ഇവർ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഇരകളെ കിലോമീറ്ററോളം പിന്തുടർന്ന് വളഞ്ഞിട്ട് പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കാൻ തുടങ്ങും കേട്ടോ. അതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി. കുറച്ച് കഴിക്കും, പിന്നെ വെള്ളത്തിലിറങ്ങും, വീണ്ടും കഴിക്കും. അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഒരു രീതി. സാധാരണ ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് കാണാറ്, പക്ഷേ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ സീൻ കാണാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സെക്കൻഡ് ഒന്ന് ഫോർവേഡ് അടിച്ചു പോകും. ഇതൊരു ഫ്രഷ് കില്ലാണ്, അധികം സമയമായിട്ടില്ല. ഇതിൻ്റെ കുടലും പണ്ടും ചോരയൊക്കെ ഇവിടെ സൈഡിൽ കിടപ്പുണ്ട്. ഞാനതൊന്നും കാണിക്കുന്നില്ല. മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇവന് തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായി വീണ്ടും വെള്ളം കുടിക്കാൻ പോയി. തൽക്കാലത്തേക്ക് കഴിപ്പൊക്കെ മതിയാക്കി അവൻ ഉൾക്കാട്ടിലേക്ക് പോവാണ്. മേ ബി ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആയിരിക്കാം. ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ ദേ വീണ്ടും ഒരു ആന. ഒരു തവണ കൂടെ ചാർജിങ്ങിന് നിന്ന് കൊടുക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് സ്ഥലം വിട്ടു. ഒരു പുള്ളിമാൻ എന്തിനെയോ സംശയത്തോടെ നോക്കുന്ന കണ്ടാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ ഉണ്ടടാ ദേ ഒരു പുലി. ഒരു പുലിയല്ല, റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് വേറൊരു പുലിയുടെ വാല് കൂടി കാണാം. ബന്ദിപ്പൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മീശക്കാരി എന്ന് പറയുന്ന പുലിയാണ് കേട്ടോ ഇത്. അതിൻ്റെ സൈഡിലുള്ളത് അതിൻ്റെ കുട്ടിയും. എന്തായാലും സഫാരി ടൈം തീരാറായി, അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ 2 ആനകളെ കൂടെ കണ്ട് നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സഫാരി ഡീറ്റെയിൽസും ബുക്ക് ചെയ്യേണ്ട ഇൻഫർമേഷനൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിനടുത്ത് ഇത്രയധികം വന്യമൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സഫാരി ഓപ്ഷൻ വേറെ ഇല്ല. അങ്ങനെ കാട്ടിൽ നിന്നിറങ്ങി ഇനി ഹിമവത് ഗോപാലസ്വാമി പേട്ട ഹിൽസിലുള്ള ടെമ്പിളാണ് അടുത്ത ലക്ഷ്യം. ടെമ്പിൾ കാട്ടിനുള്ളിലായതുകൊണ്ട് തന്നെ കാർ ഇവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്ന് 70 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. കർണാടക RTCയുടെ ബസ് എപ്പോഴും ഇവിടെ ഷട്ടിൽ അടിക്കുന്നുണ്ട്. ഹിമവത് എന്ന് പറഞ്ഞാൽ കോടമഞ്ഞെന്നാണ് അർത്ഥം. ഗോപാലസ്വാമി എന്ന് പറഞ്ഞാൽ കൃഷ്ണനും, ബേട്ട എന്ന് പറഞ്ഞാൽ മലയും ആണ് അർത്ഥം. താഴെ നല്ല ചൂടായിരുന്നു, പക്ഷേ മുകളിലെത്തിയപ്പോൾ ക്ലൈമറ്റ് ആകെ മാറി. ഫുൾ കോടമഞ്ഞ്, പേര് പോലെ തന്നെ. അങ്ങനെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി, നല്ല തണുപ്പും കാറ്റും. എന്നാലും ഇതൊരു അത്ഭുതമാണ്. ജസ്റ്റ് 15-20 മിനിറ്റത്തെ യാത്ര കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി വേറെ ക്ലൈമറ്റുള്ളൊരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. സീ ലെവലിൽ നിന്ന് ഏകദേശം 4700 അടി ഉയരത്തിലാണ് ഈ ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണല്ലേ. ആ മരങ്ങളൊക്കെ ഉണ്ടോ. ഈ ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ 1300കളിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അതായത് ഏകദേശം 700 വർഷത്തോളം പഴക്കമുണ്ട്. വിശ്വാസികളായ ആളുകൾ മാത്രമല്ല കേട്ടോ ഇവിടെ വരാറ്. ഊട്ടിയും മസിനഗുഡിയൊക്കെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടിക്കളിക്കാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ ഈ ക്ലൈമറ്റും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. സെയിം ടിക്കറ്റ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം. ഇതേ ബസ് വരുന്നുണ്ട്, നമുക്കിതിൽ കയറി താഴോട്ട് പോകാം. ഗുണ്ടൽപേട്ട് വഴിയൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ അവർ വരുന്ന ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഗുണ്ടൽപേട്ടിലെ ചില ഗ്രാമക്കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മുടെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഏരിയയിലാണ്.
അടുത്ത ലക്ഷ്യം ഏതെങ്കിലും പൂന്തോട്ടത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഹൈവേ സൈഡിൽ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ടെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ഉൾഗ്രാമത്തിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ പൂക്കളൊക്കെ കണ്ടു തുടങ്ങി. വാടാമല്ലി, ചെണ്ടുമല്ലി അഥവാ ജമന്തി അങ്ങനെ പറയുന്ന ഇഷ്ടം പോലെ തരങ്ങളുള്ള പൂക്കൾ ഇവിടെ ഉണ്ട്. ഈ ഗുണ്ടൽപേട്ടിന് ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ഉണ്ട്. കാരണം നോക്കത്താ ദൂരത്തോളം കാണുന്നത് മുഴുവൻ പലതരത്തിലുള്ള പൂക്കളുടെ പാടമാണ്. അത്രയധികം ടൺ കണക്കിന് പൂക്കളാണ് ഇവിടുന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഗോപാലപുര എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും അധികം എക്സ്പോർട്ട് ഉള്ളത് ഈ മാരിഗോൾഡ് അഥവാ ജമന്തി എന്ന് പറയുന്ന പൂ തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്കൊക്കെ വേണ്ടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി. പിന്നെ ഓണം സീസണൊക്കെ വരുമ്പോൾ അങ്ങനെയും കുറേ എക്സ്പോർട്ട് വരും. ഇതൊന്നും അല്ലാതെ സ്ഥിരമായിട്ട് പെയിൻറ്റ് കമ്പനീസിലേക്ക് ഇവർ പൂ അയക്കാറുണ്ട്. കാരണം ഇതിനകത്തു നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓറഞ്ച് മഞ്ഞ കളർ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് കമ്പനീസ് പെയിൻറ്റ് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ കുറച്ച് കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെയും കളർ കോമ്പിനേഷൻസ് കിട്ടും. ഇത് കണ്ടിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന ടുലിപ്പ് ഗാർഡൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ പോലെ തന്നെ ഇല്ലേ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഇതിനകത്തേക്കൊന്ന് ഇറങ്ങണമെന്ന് തോന്നി. അവിടെ ഇത് പറിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരോട് ജസ്റ്റ് ചോദിച്ചു. അവർ ഇറങ്ങിക്കോളാൻ പെർമിഷൻ തന്നു കേട്ടോ. ഈ കാണുന്നതെല്ലാം പറിക്കാറായി എക്സ്പോർട്ടിന് റെഡിയായി നിൽക്കുന്ന പൂക്കളാണ്. ഈ ചേച്ചിക്ക് മലയാളം അറിയാമായിരുന്നു കേട്ടോ. വയനാട് കൽപ്പറ്റയിൽ കുറേ വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത ലക്ഷ്യം സൂര്യകാന്തി പൂക്കളായിരുന്നു. അതെന്തായാലും ഉൾഗ്രാമത്തിലൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഹൈവേ സൈഡിൽ 20 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി. മഴയായിരുന്നതുകൊണ്ട് തന്നെ പൂക്കൾക്കൊന്നും ഫുൾ എനർജി ഇല്ല. ഇടയിൽ 1-2 എണ്ണം മാത്രമാണ് പ്രോപ്പറായിട്ട് വിടർന്ന് നിൽപ്പുള്ളൂ. ഇത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാനൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജൂൺ തൊട്ട് സെപ്റ്റംബർ അവസാനം വരെയൊക്കെയാണ് സൺഫ്ലവറിൻ്റെ ഒരു ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.